ഹായ് ഫ്രണ്ട്സ്, ആകാശാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആശമോളെ ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു, ഒരുക്കാന്ന് തീരുമാനിച്ചു, ചുന്തിരി കുട്ടിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞിന് ക്രീമും പൗഡറും പിന്നെ പൊട്ടൊക്കെ ഇട്ട് ചുന്തിരി കുട്ടിയാക്കാമെന്ന് വിചാരിച്ചെങ്കിൽ പിന്നെ അത് വീഡിയോ ഇട്ടേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് നമുക്ക് സുഖമില്ലായിരുന്നു. പിന്നെ ഇന്നലെ രാവിലെ എന്ത് പറ്റിയെന്നറിയില്ല, രാവിലെ 5:30 എന്തോ മൂക്ക് വയറ്റിനെന്തോ പ്രശ്നം വന്നിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. രാവിലെ തൊട്ട് കണ്ടിന്യൂ ഒരു 3-4 വട്ടം 3-4 വട്ടം ഛർദ്ദിച്ചു. എന്താ പറ്റിയെന്നറിയില്ല, ഗ്യാസിൻ്റെ പ്രോബ്ലം ആണോന്നറിയില്ല. മെയിനായിട്ട് മൂക്ക് പറയാനറിയില്ലല്ലോ. ഇനി വയറുവേദന വല്ലതും ഉണ്ടായിരുന്നോ ഒന്നും അറിയില്ല പാവത്തിന്. അങ്ങനെ രാവിലെ 5:30 ആയപ്പോൾ ഇങ്ങനെ ഛർദ്ദി. ഇടയ്ക്കൊക്കെ പണ്ട് എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഇപ്പോൾ വരാതിരുന്നതാണ്. ഇടയ്ക്ക് കാരണം ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലമായിട്ട് ഇങ്ങനെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് കയറി എന്നിട്ട് വൊമിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ വൊമിറ്റിങ്ങിൻ്റെ മരുന്ന് തരും. അപ്പം അത് ചിലപ്പോൾ ഒരു വട്ടം മരുന്ന് കൊടുക്കുമ്പോൾ മാറും, ചിലപ്പോൾ 2 ദിവസമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കഫമാണോ എന്താണെന്നറിയാം, കഫത്തിൻ്റെ മാതിരിയാണ് വരുന്നത്, അല്ലാതെ ഫുഡിൻ്റെ ഒന്നും വരുന്നില്ല. കഫം ഇങ്ങനെ പതാന്ന് വരും. അപ്പോൾ ഗ്യാസിൻ്റെ ആണെന്നാണ് ഡോക്ടേഴ്സും പറയുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഇത് തരും, വോമിറ്റിങ്ങിന് മരുന്ന് കൊടുക്കാൻ പറയും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വെറും വെയിറ്റിൽ ഗ്യാസിൻ്റെ ടാബ്ലറ്റും കൊടുക്കാൻ പറയും. അങ്ങനെ ഇപ്പോൾ കുറേ നാളായിരുന്നു വന്നിട്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഫിക്സിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്നും അറിയത്തില്ല. അപ്പോൾ ഇന്നലെ രാവിലെ മൂക്കിങ്ങനെ സുഖമില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഡോക്ടറിനെ ഫോൺ വിളിച്ചപ്പം മെഡിസിൻ കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക, ഒബ്സർവേഷൻ നിൽക്കുക, പിന്നെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ മരുന്ന് കൊടുത്തിട്ട് ദൈവമേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ വൊമിറ്റിംഗ് ഒന്നും വന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അപ്പോൾ ആ ഡോക്ടറെ ഇൻഫോം ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഡോക്ടർ മരുന്ന് കൊടുത്ത് ഇത്ര നേരമായി, ഫുഡ് കുറച്ച് കൊടുത്ത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ മാമൂലി ഡെയിലി എപ്പോഴും കാണിക്കുന്ന ഡോക്ടറിനെ അല്ല കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് മോടെ ഹിസ്റ്ററി ഫുൾ അറിയില്ലല്ലോ. അപ്പോൾ മോടെ ഹിസ്റ്ററി ഫുൾ അറിയുന്നവർക്കാണെങ്കിൽ അവൾക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ പുതിയൊരു ഡോക്ടറെ കാണിക്കാൻ പിന്നെ നമ്മുടെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് എല്ലാം അത്ര ഉൾക്കൊള്ളണമെന്നില്ല. അവർക്ക് നോക്കുമ്പം സാധാ ഒരു കുട്ടി, ഇങ്ങനെയുള്ള ഒരു കുഞ്ഞെന്നല്ല അവർക്ക് വരുള്ളൂ. ഇപ്പോൾ സ്ഥിരമായിട്ട് കാണിക്കുമ്പോൾ ആ ഡോക്ടേഴ്സിന് ഡീറ്റെയിൽസ് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. വേറെ വല്ല ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കുക, പിന്നെ ക്യാനുല ഇടുക എന്നൊക്കെ പറയാം. അതൊക്കെ കേൾക്കാൻ തന്നെ മനുഷ്യൻ്റെ പ്രാണൻ പോകും. എങ്കിലും അങ്ങനെ പ്രാണൻ പോകുന്നേ, അത് പേടിയാട്ടോ. അവളെ നീട്ടിലൊക്കെ കുത്തുമ്പോൾ മെയിനായിട്ട് അവൾക്ക് വെയിനൊക്കെ കുത്താൻ വേണ്ടിയിടും. വെയിനുണ്ട്, പക്ഷേ അത് കിട്ടത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൾ ബോഡി സ്റ്റിഫാക്കും. അപ്പം ബോഡി ഇങ്ങനെ വലിച്ച് നീട്ടിക്കുക, ടൈറ്റായിട്ട് പിടിക്കുമ്പോൾ വെയിനകത്ത് നീഡിലൊന്നും കയറില്ല. അപ്പോൾ പിന്നെ ഒരു കുത്തിന് വരെ 3-4 കുത്തേണ്ടി വരും. അത് എപ്പോഴും നമുക്കുള്ള അനുഭവം ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ അവരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതൊക്കെ അവളായിട്ട് പരിചയപ്പെട്ടിട്ട് അവളെ റിലാക്സ് ചെയ്തിട്ടേ ചെയ്യാവൂ. കാരണം 3-4 കുത്തൊന്നും കുത്തരുത്, കുഞ്ഞിന് താങ്ങാൻ പറ്റില്ല. അല്ലേ തന്നെ ഒരുപാട് വേദന അവൾ സഹിച്ചതാണ്. ഇനി കുത്തി വേദനിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ടാവത്തില്ല പറയുന്നതെന്നൊക്കെ പറയും. അപ്പോൾ അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ പിന്നെ 3 ദിവസം ആകുമ്പം പിന്നെ ഒരു കൈ മാറ്റിയിട്ട് അടുത്ത കൈ കുത്തണം. മെയിനായിട്ട് മോടെ കൈ സ്റ്റിഫായി പിടിക്കുന്നുണ്ട്. ക്യാനുല ചിലപ്പോൾ അത് ഇറങ്ങി വരും കേട്ടോ, കറക്റ്റായിട്ട്. പിന്നെ മെഡിസിൻ കയറില്ല. അപ്പോൾ അവരടുത്ത കുത്തേണ്ടവർ, അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കാൻ നമുക്ക് പേടിയായിരിക്കും, ഇവിടെ ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ട്. അവർ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കാൻ പറയത്തുള്ളൂ. മോടെ ഹിസ്റ്ററിയും അതും ഇതെല്ലാം വായിക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അതിനകത്തുള്ളത്. അപ്പോൾ അവർ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കാൻ പറയുന്നത്. അപ്പോൾ മാമന് വേറെ പ്രശ്നമില്ലാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പീഡിയാഷ്യൂറൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് മെഡിസിനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ പല്ലൊക്കെ തേപ്പിച്ചപ്പോഴത്തേക്കെങ്കിൽ പിന്നെ മോളെ ഒന്ന് ഒരുക്കാടി മോളെ, അമ്മ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെ മടിക്കെടുത്തിട്ട് ഇങ്ങനെ ഒരുക്കി ചുന്ദരി കുട്ടിയാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കുള്ള ലിപ്സൊക്കെ ഉണങ്ങിയിരിക്കുന്നു, ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ പുരട്ടി, അതാണല്ലോ ഏറ്റവും നല്ല മോയ്സ്ചറൈസർ. വെളിച്ചെണ്ണയെ പുരട്ടുള്ളൂ കേട്ടോ, കാരണം ബാമൊക്കെ പുരട്ടി കഴിഞ്ഞ് അതവളെ നക്കിയെടുത്താൽ എന്തോ ചെയ്യും, വല്ല അലർജിക് റിയാക്ഷൻ വന്നാലൊക്കെ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ചെടുത്തില്ല. വെളിച്ചെണ്ണ മാത്രം ചുണ്ടിൽ ഇങ്ങനെ പട്ടിക്കൊടുത്ത് ചുന്ദരി കുട്ടിയാക്കി എങ്ങനെ നിർത്തി. മുടി വെട്ടിയിട്ടോ, കാരണം ഈജി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഫുൾ മുടി പറ്റ വെട്ടി, ഇച്ചിരിയേ ഉള്ളൂ.
അപ്പം ഇന്നലെ ടെക്നീഷ്യൻ കണ്ടപ്പോൾ പറയുന്നിട്ട് ഇനിയും കുറച്ചുകൂടെ വെട്ടേണ്ട വരുമെന്ന് പറയുന്നിട്ട്. ഇത്തിരി കൂടെ ഉച്ചയിൽ ഞാൻ കുറച്ച് വെച്ചതാണ്, അപ്പോൾ പിന്നെ അതും വെട്ടേണ്ട വരുമെന്ന് പറയുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാൻ. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബായ്.